Sarvan said the tariff imposed on India is an economic tool to pressurize Russia and end this war. When he asked about why not the same, not applicable to China, he cannot answer it. Have you seen this? I have seen that, and I wonder why he was not able to answer it. There is an answer, and I explained it in the last live. There is an answer. China റഷ്യയുടെ എണ്ണ വാങ്ങിക്കുന്നത് ഇന്ത്യ എണ്ണ വാങ്ങിക്കുന്നത് പോലെ അല്ല. നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരു കുട്ടയിലിടാൻ സാധിക്കില്ല. ചൈനയുടെ എണ്ണയെക്കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറഞ്ഞേക്കാം. ചൈന യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് 16% അവരുടെ എണ്ണ വാങ്ങുന്ന പർച്ചേസ് ചെയ്യുന്ന എണ്ണ റഷ്യയിൽ നിന്നായിരുന്നു. 16%. അത് ഡ്യൂറിങ് ദിസ് 3.5 years ഓഫ് ഈ ഒരു യുദ്ധത്തിന്റെ സമയത്ത് 3.5 വർഷത്തിനിടയിൽ ഈ 16 ഫ്ലക്ച്വേറ്റ് ചെയ്ത് 19 വരെ വന്നിട്ടുള്ളൂ. ഇൻ ബിറ്റ്വീൻ 16 and 19 ഒരു 3% മാക്സിമം ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒന്നത്. അപ്പൊ അവർ വലിയൊരു ഇൻക്രീസ് ഇല്ല. ഒരു 16% വാങ്ങിച്ചുകൊണ്ടിരുന്നവര് 17, 18, 17, 16, 19 അങ്ങനെ വന്നിട്ടുള്ളൂ. 2, ഇവര് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് പൈപ്പ് വഴിയാണ്. ഈ പൈപ്പുകൾ 2009 സ്ഥാപിച്ചതും ദീർഘകാല കരാറുകളാണ്. 2030, 2047 വരെയുള്ള 2 രാജ്യങ്ങൾക്കിടയിലുള്ള ഉഭയകക്ഷി കരാറാണ്. ഇന്റർനാഷണൽ അറിയില്ല, ഈ കരാറുകൾ ലംഘിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. ഇതിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള 60-70 ബില്യണൊക്കെ ചെലവഴിച്ചാണ് ഈ പൈപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ നിർമ്മാണം, അതുപോലെ തന്നെ അതിന്റെ മെയിൻ്റനൻസ്, ഇതൊക്കെ മുതലാവണമെങ്കിൽ ഇത് ഈ എണ്ണ നിർബാധം, ഗ്യാസ് ആയാലും എണ്ണയായാലും നിർബാധം പ്രവഹിച്ചെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ചൈനയ്ക്ക് വലിയ തോതിലുള്ള നഷ്ടമാണ്. അല്ലെങ്കിൽ കാര്യം ചൈനീസ് ബാങ്കുകളാണ് ഇതിന്റെ നിർമ്മാണത്തിനുള്ള പൈസ കൊടുത്തിരിക്കുന്നത്. നിർമ്മാണത്തിനുള്ള പൈസ കൊടുത്തിരിക്കുമ്പോൾ അവർ അന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ തന്നതിന് പരിഹരിക്കാം എന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്ക് എണ്ണയുണ്ട്, ഞങ്ങൾക്ക് എണ്ണ വേണം, എന്നാൽ ഒരു പൈപ്പ് ലൈൻ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ലോൺ തരാം എന്നൊക്കെയുള്ള കരാറുകളാണ്. ഇതൊക്കെ റഷ്യ ഒരു യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞ് മാറ്റാൻ കഴിയുന്ന കാര്യമല്ല. അത് നമ്മൾ ആവശ്യപ്പെടുന്നതും ആസ്കിങ് ഫോർ ടു മച്ച് ആണ്. ഒന്നത്. ഇനി 3, ഇതിലൂടെ നിർത്തിവെച്ച് കഴിഞ്ഞാൽ എണ്ണ ഇല്ലാതെ ഈ പൈപ്പുകളിൽ നിൽക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഈവൻ ഓയിൽ വെൽസ് പോലും നിരന്തരമായി ഓയിൽ എടുത്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റഷ്യക്ക് ഒന്നും അത് അടച്ചിടാൻ കഴിയാത്ത ഒരു അവസ്ഥ. അതിൻ്റെതായിട്ടുള്ള ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇതൊന്നുമല്ല, ഈ യുദ്ധം ഉണ്ടായതുകൊണ്ട് ചൈന പ്രത്യേകിച്ചൊന്നും മുതലാക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ലോകത്തിന് കണ്ടാൽ മനസ്സിലാവും. കാര്യം ചൈന വാങ്ങിക്കുന്ന ക്രൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയ ക്രൂഡാണ്. ഈ ബ്രന്റ് പോലെയുള്ള ആഗോള ബ്രാൻഡുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 1 രൂപ 2 രൂപ അധികം കൊടുക്കേണ്ടുന്ന അറ്റ് പ്രീമിയം ഉള്ള ക്രൂഡാണ്. അതുകൊണ്ട് അവർക്ക് എക്കണോമിക് ആയിട്ട് പൈസ അവർക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ അവർ വാങ്ങിച്ചുകൊണ്ടിരുന്നവരിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് അവർ യുദ്ധം മുതലാക്കിക്കൊണ്ട് ലാഭം ഉണ്ടാക്കുന്നില്ല. ഇതുവരെ വാങ്ങിക്കാതിരുന്നവര് അങ്ങോട്ട് ചെന്ന് പിന്നെ വാങ്ങിക്കുന്നില്ല. പിന്നെ ഈ പൈപ്പ് ലൈൻ വഴിയുള്ള ഓയിൽ അത് സാങ്ഷന്റെ പരിധിയിൽ ഇല്ല. ഈ 5 കാര്യങ്ങൾ സുഖമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഈ ഷിപ്മെന്റ് വഴിയുള്ള ഓയിൽ മാത്രമാണ് സാങ്ഷന്റെ പരിധിയിലുള്ളത്. അതാണ് ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ നേറ്റോ രാജ്യങ്ങളും വെസ്റ്റും അമേരിക്കയും പ്രഖ്യാപിച്ചിട്ടുള്ള സാങ്ഷൻസ് ഓയിൽ ഷിപ്മെന്റ് ആണ്, അല്ലാതെ പൈപ്പ് ലൈൻ വഴിയുള്ളതല്ല. ഓയിൽ ഷിപ്മെന്റ് റഷ്യയിൽ നിന്ന് ചൈന നടത്തുന്നില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോ ചൈനയ്ക്ക് വേണ്ടി എന്തിനാണ് ഇങ്ങനെ വാദിക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ ചൈനയ്ക്ക് വേണ്ടി വാദിക്കുന്നൊന്നുമല്ല. എനിക്ക് ചൈനയോട് പ്രത്യേകിച്ച് യാതൊരു താല്പര്യമില്ല. പക്ഷെ നിങ്ങളിത് രണ്ടും ഒന്നാണ് എന്ന് പറയുമ്പോൾ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി തിരിച്ച് ഇന്ത്യയുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ, ഇന്ത്യ യുദ്ധത്തിന് മുമ്പ് 2% താഴെ മാത്രമാണ് നമ്മുടെ ഈ പർച്ചേസ് ബാസ്ക്കറ്റിൽ റഷ്യൻ എണ്ണ ഉണ്ടായിരുന്നത്. റഷ്യയുടെ എണ്ണ അത്ര ഗുണപരം. നമ്മൾ വാങ്ങിക്കുന്നത് ഗ്രേഡ് കുറഞ്ഞിട്ടുള്ള യൂറാൽ എന്ന് പറയുന്ന സൾഫറിന്റെ 1.6 to 1.8% വരെ ആധിക്യമുള്ള റിഫൈനറിയിലെ കോസ്റ്റ് കൂടിയ, അതായത് ചെലവ് കൂടിയ, റിഫൈനിങ് കോസ്റ്റ് കൂടിയ എണ്ണയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ശരിക്കും ലാഭം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിനകത്തുനിന്ന് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്ട്സ് ഉണ്ടാവണം. അപ്പോൾ കെറോസിൻ ആയാലും ഡീസൽ ആയാലും ജെറ്റ് ഫ്യൂൽ ആയാലും ഉണ്ടാക്കിയിട്ട് പുറത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ബ്രന്റ് ക്രൂഡുമായിട്ടുള്ള ലാഭം ശരിക്കും കിട്ടുന്നത്. അത് ആക്ച്വലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ അത് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഒരു സാങ്കല്പിക ലാഭം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓഫ് കോഴ്സ് അത് നമ്മളുടെ ഈ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് എന്നൊക്കെ പറയുന്നത്, എൻ്റെ ഒരാളിങ്ങനെ അടുത്തിടെ ഒരു കണക്ക് കാണിച്ച് 10 ബില്യൺ എങ്കിലും മിനിമം ഉണ്ടാവും. അത് ഒരു ഘട്ടത്തിൽ 12 മുതൽ $20 വരെ നമുക്ക് ലാഭം ഉണ്ടായിരുന്നു റഷ്യൻ എണ്ണ. അത്ര ഡിസ്കൗണ്ടിലാണ് തന്നത്. അവർ വളഞ്ഞ വഴി കൂടെ ഒക്കെ ഷിപ്പും
വഴിയൊക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് കുറച്ച് ലാഭം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഡിസ്കൗണ്ട് അവർ കുറച്ച് കൊണ്ടുവന്നപ്പോൾ നമ്മളിത് വാങ്ങിക്കുന്നത് നിർത്തി. നമ്മുടെ പൊതുമേഖലാ സാധനങ്ങൾ വാങ്ങിക്കുന്നത് നിർത്തി. പക്ഷേ റിലയൻസ്, നൈറ പോലെയൊക്കെയുള്ള അവരാണ് കണ്ടിന്യൂ ചെയ്തത്. ഇവിടെ മൊത്തത്തിൽ റഷ്യൻ ഓയിൽ ഇപ്പോൾ വീണ്ടും അവർ 5% കുറയ്ക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ വാങ്ങിച്ചു പോയി, നമുക്ക് അത്ര വലിയ ലാഭം ഉണ്ടായെന്ന് എനിക്കറിയില്ല. എന്നാലും വാങ്ങിച്ചവർക്ക് ലാഭം ഉണ്ടായിരിക്കണം. ഈ ബില്യൺസ് ഓഫ് റുപ്പീസ് എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ആയിട്ട്, ലക്ഷം കോടി ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരും 86 തൊട്ട് ഗുണിക്കുമ്പോൾ. പക്ഷെ ഇത് രണ്ടും രണ്ട് തന്നെയാണ്. നമ്മൾ വാങ്ങിക്കാതിരുന്ന നമ്മൾ അങ്ങോട്ട് പോയി വാങ്ങിച്ച്, അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ കാണട്ടെ, ഇവൻ ഇതുവരെ ഈ റഷ്യയുടെ എണ്ണ അല്ലല്ലോ, വേറെ എണ്ണയാണല്ലോ വാങ്ങിക്കുന്നത്. ഇപ്പം അതാ അങ്ങോട്ട് പോകുന്നു, വില കുറച്ച് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ അവസരം ചൂഷണം ചെയ്യുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതിനിപ്പോൾ നമ്മൾ അതങ്ങനെയാണ്, അതാണ് വസ്തുത.